1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലെ നെടുങ്കയം ഇക്കോ ടൂറിസം കേന്ദ്രം വീണ്ടും വിനോദസഞ്ചാരികൾക്കായി തുറന്നു നൽകി. സ്കൗട്ട് പരിശീലന ക്യാമ്പിനിടെ 2 വിദ്യാർത്ഥിനികൾ കയത്തിൽ മുങ്ങി മരിച്ചതിനെ തുടർന്ന് അടച്ചിട്ട കേന്ദ്രമാണ് 3.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുറന്നു നൽകിയത്. മുന്നറിയിപ്പ് ബോർഡുകൾ, CCTV ഉൾപ്പെടെ സ്ഥാപിച്ച ശേഷമാണ് വനം വകുപ്പ് നടപടി. കരുളായി റേഞ്ച് ഓഫീസർ മുജീബ് റഹ്മാനാണ് വിനോദസഞ്ചാര കേന്ദ്രം തുറന്നുകൊടുക്കുന്ന കാര്യം അറിയിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരി 9-നാണ് ക്യാമ്പിനെത്തിയ 2 കുട്ടികൾ കരിമ്പുഴയുടെ നെടുങ്കയം കടവിൽ മുങ്ങി മരിച്ചത്. ഈ സംഭവത്തിൽ അധ്യാപകരും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെ പ്രതികളായി കേസ് നിലനിൽക്കുന്നുണ്ട്. വേനൽക്കാലത്ത് കാട്ടുതീ ഭീഷണിയും പുഴ മലിനപ്പെടുന്നതും കണക്കിലെടുത്ത് സാധാരണ ഫെബ്രുവരി 15 മുതൽ നെടുങ്കയം ടൂറിസം കേന്ദ്രം അടച്ചിടാറുണ്ട്. കുട്ടികൾ മുങ്ങിമരിച്ച സാഹചര്യത്തിലാണ് ഈ വർഷം 4 ദിവസം മുൻപേ അടച്ചത്. കുട്ടികൾ അപകടത്തിൽപ്പെട്ട കടവ്, പാലത്തിന്റെ കവാടം ഉൾപ്പെടെ നിരവധി മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കടവിൽ ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1938-ൽ ബ്രിട്ടീഷുകാരനായ എഞ്ചിനീയർ ഗോഡ്സൺ സാഹിബ് ഉൾപ്പെടെ 10-ലേറെ പേർ മുങ്ങിമരിച്ച അപകട കടവാണ് നെടുങ്കയം. ഇതിനാൽ തന്നെയാണ് പുഴയിൽ ഇറങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നത്. വിനോദസഞ്ചാരികൾക്ക് ഏറെ കാഴ്ച വിസ്മയങ്ങളൊരുക്കിയ മഴക്കാടാണിത്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കരിമ്പുഴയ്ക്ക് കുറുകെയുള്ള കമ്പിപ്പാലം, ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ ശവകുടീരം, ആനപ്പന്തി, ജില്ലയിലെ പ്രധാന വനം തടി ഡിപ്പോയായ നെടുങ്കയം ഡിപ്പോ ഉൾപ്പെടെ നിരവധി കാഴ്ചകൾ ഈ വനത്തിനുള്ളിലുണ്ട്. 1909-ൽ ബ്രിട്ടീഷുകാർ നട്ടുപിടിപ്പിച്ച തേക്ക് പ്ലാന്റേഷൻ എല്ലാം ഇവിടെയുണ്ട്. സുരക്ഷ ഉറപ്പുവരുത്തി വനം വകുപ്പ് ഈ ടൂറിസം കേന്ദ്രം സംരക്ഷിച്ചാൽ വിനോദ നികുതി ഇനത്തിൽ വലിയൊരു തുകയും വനം വകുപ്പിന് ലഭിക്കും. നെടുങ്കയം കാണാനെത്തുന്ന ഓരോ വിനോദസഞ്ചാരികളുടെ ജീവൻ നഷ്ടമാകാതെ നോക്കേണ്ട ഉത്തരവാദിത്വവും വനം വകുപ്പിന് തന്നെയാണ്. കരുളായി ചെറുപുഴ ചെക്ക് പോസ്റ്റിന് സമീപമാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ടിക്കറ്റ് നൽകുക. വൈകുന്നേരം 6 മണിയോടെ മടങ്ങണം. കാട്ടാനകളുടെ സാന്നിധ്യമുള്ള സ്ഥലം കൂടിയാണിത്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. ഫിൽറ്റർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ.